പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഒരു ശാപത്തിൽ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ ഇന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത്. അത് യൂദത്തിൻ്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ സഹോദരങ്ങൾ? അതായത് ശരിക്കും ഇസ്രായേലിനെതിരെ ശരിക്കും ശത്രു സൈന്യം ആക്രമണം അഴിച്ചുവിടുകയാണ്. ഞങ്ങളുടെ മുൻപിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒരു പോംവഴി അവർക്ക് അറിയില്ല, എന്താണ് ഇനി പ്രശ്നപരിഹാരത്തിന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ നിരാശപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്, അവർ വെള്ളടിച്ചിരിക്കുകയല്ല ചെയ്തത്, അവർ ലഹരി ഉപയോഗിക്കുകയല്ല ചെയ്തത്, അവർ കുറേ കരഞ്ഞ് അയ്യോ എല്ലാം പോയി അങ്ങനെ ഇരിക്കുകയല്ല ചെയ്തത്. അവർ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അതിന് അച്ഛന് നിങ്ങളോട് പറയാനുള്ള ഒരു ഉള്ളിലെ ഇപ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ പ്രചോദനം അച്ഛന് തോന്നുന്നത്, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വലിയ പ്രതികൂലങ്ങൾ ഇല്ലാത്ത സമയത്ത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പരിശീലിക്കണം. അങ്ങനെ വലിയ പ്രതികൂലങ്ങളില്ലാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടാൽ എന്തുണ്ടാകും? പ്രിയ സഹോദരങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ അറിയാതെ നമ്മുടെ കരങ്ങൾ ഉയരും. ഇതെന്തുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന ശരിക്കും ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇടി, ചവിട്ട്, കുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധത്തിലാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഏതാണ്ട് 30 വയസ്സ് കഴിഞ്ഞ് പിള്ളേർ കല്യാണം ആലോചിക്കുന്ന പോലെയാണത്. പെണ്ണ് കിട്ടും പിന്നെ. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശരിക്കും നല്ല കാലത്തിൽ, നല്ല പ്രായത്തിൽ, യുവത്വത്തിൽ, അതുകൊണ്ടാണ് യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം യുവത്വത്തിൽ. പ്രിയ സഹോദരങ്ങളെ, അപ്പം ഇനിയിപ്പോൾ 50 വയസ്സായി, കർത്താവിനെ അറിഞ്ഞിട്ടില്ല, ഇനി എനിക്ക് എൻ്റെ ജീവിതം പോയെന്നോ, ഇന്ന് ഈ സെക്കൻഡിൽ നീ കർത്താവിലേക്ക് തിരിയണം. ഇസ്രായേലിൽ ഓരോരുത്തരും തീക്ഷ്ണതയോടെ, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു എരിവുണ്ടാവണം, നമ്മുടെ ബലിയർപ്പണത്തിനൊരു തീക്ഷ്ണതയുണ്ടാവണം, നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ജ്വലനം ഉണ്ടാകണം. അത്തരത്തിലുള്ളൊരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പ്രിയ സഹോദരങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളെ ശരിക്കും എല്ലാവരും ആത്മാവിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം. പിന്നെ നോക്കിയേ, നമ്മുടെ കുട്ടികളുടെ ധ്യാനം, താമസമുള്ള ധ്യാനം 18-ാം തീയതി ആരംഭിക്കുകയാണെന്ന് അറിയാമല്ലോ അല്ലേ? 18 നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനം. നിങ്ങളിന്ന് വരെ നമ്മുടെ സെൻറ്ററിലേക്ക് വന്നിട്ട് നിങ്ങൾ വായോ, അച്ഛനൊന്ന് നമുക്കൊന്ന് പരസ്പരം കുറച്ച് നേരമൊക്കെ കാണാനും, ഒരു 4 ദിവസം നമുക്ക് കാണാനൊക്കെ പറ്റും. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. പിന്നെ കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ചേക്കണം. ഈശോ വലിയൊരു കൃപയിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്ററിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള പ്രത്യേകത, കുറേ വചന ശുശ്രൂഷയിൽ കുറേ ഉൾക്കാഴ്ചകളൊക്കെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സെനക്കൽ പ്രയർ, രാവിലെയും വൈകിട്ടും സെനക്കൽ പ്രയറിൽ വചനം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. പക്ഷെ ഭയങ്കരമായ ആത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ് അതിൽ പങ്കെടുത്ത ഒരുപാട് മക്കൾ അച്ഛനോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങളെ പ്രത്യേകമായിട്ട് താമസത്തിലെ ധ്യാനത്തിന് ക്ഷണിക്കുകയാണ് കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബ്രോഷറുകളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് പരമാവധി പേർക്ക് അത് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കണം. അതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ശരിക്കും ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കരമായൊരു പിശുക്ക്, ബാക്കിയുള്ള ഈ ലൊട്ടിലൊടുക്ക സാധനങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഷെയർ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാണ്. എന്നാൽ ഒരു ആത്മീയ ശുശ്രൂഷ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗ പ്രാർത്ഥന, അത് വളരെ നല്ല അച്ഛൻ്റെ, നമ്മുടെ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ നിയോഗ പ്രാർത്ഥനയല്ലല്ലോ, ഡെയിലി ബ്ലെസ്സിങ്, അതൊക്കെ അതൊക്കെ നല്ലതാണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ പ്രിയ സഹോദരങ്ങളെ നമ്മെ സ്വാധീനിക്കുന്നതാണെന്ന് കണ്ട് നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് ഞാനതൊരുവിധം ദിവസങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ ഡെയിലി ബ്ലെസ്സിങ്, എനിക്ക് കോയമ്പത്തൂരിലൊരു സഹോദരനാണ് കെവിൻ അത് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ തവണയും അത് കണ്ട് അത് കുറച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ പരമാവധി ഷെയർ ചെയ്യണം സഹോദരങ്ങളെ. ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുമ്പോഴാണത് ഫലദായകമാകുന്നത്. അപ്പം നമ്മുടെ ഈ എളിയ ശുശ്രൂഷയും നിങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മറന്നേക്കരുത്. ഒരു 10-100 പേർക്ക് അയച്ചു കൊടുക്കുക. ഈശോ അത് വലിയ കൃപയാക്കിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ, സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്താൽ, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തീർച്ചയായിട്ടും റിവാർഡ് ചെയ്യും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എന്നേക്കും.